ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് കിടക്കയിൽ ഇവിടെ ഇരുന്ന് കൊണ്ടുള്ള കുറച്ച് എക്സസൈസ് ചെയ്യാം. നമ്മളെ കാലിനും വയറിനും എല്ലാം വേണ്ടിയിട്ടുള്ളൊരു എക്സസൈസാണ്. പിന്നെ വയറ് ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊന്തിയവർക്കെല്ലാം പോകാനും പിന്നെ കാലിൻ്റെ ഈ വേദനയെല്ലാം മാറാനും എല്ലാം കൂടിയിട്ടുള്ളൊരു എക്സസൈസാണ്. ഇന്ന് നമുക്ക് എൻ്റെ കൂടെ തന്നെ ചെയ്യാം. എല്ലാ ദിവസവും പറഞ്ഞാൽ നിങ്ങളെല്ലാവരും ചെയ്യുന്നുണ്ടോയെന്ന് അറിയില്ല, നമുക്ക് ഒന്നിച്ച് തന്നെ ചെയ്യാം. ഇന്ന് അതിനുവേണ്ടി ആദ്യം ഇവിടെ ഇരുന്ന് ചെയ്യുന്ന എക്സസൈസാണ്. അതിന് വേണ്ടി ആദ്യം ഇരുന്ന് നമ്മളെ കാല് ആദ്യം ഇങ്ങനെ ചെയ്യുക. കാല് വിരൽ മടക്കുക നിൽക്കുകയും ചെയ്യുക. പിന്നെ ഇങ്ങനെ ചുഴത്തുക, രണ്ട് വശത്തേക്കും ചെയ്യുക. 1 2 3 4 5. ഇനി ആദ്യം ഇങ്ങോട്ട് ജോലി ചെയ്യും. 1 2 3 4 5 6. അതേപോലെ ചെയ്യാം. എന്നിട്ട് പിന്നെ ഇത് കാലിന് പൊന്തിക്കുക, നിൽക്കുക. ഇങ്ങനെ പൊന്തിക്കുക, താക്കുക. പൊന്തിക്കുക, താക്കുക. കൈ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ട് 1 2 3 4 5. പിന്നെ മറ്റേ കാലം 1 2 3 4 5. പിന്നെ ഒന്ന് മടക്കുക. ഇങ്ങനെ മടക്കുക, എന്നെ മെല്ല ഇങ്ങനെ നോക്കുക. പിന്നെ മറ്റേ കാലം ഇങ്ങനെ മടക്കുക, ഇങ്ങനെ നോക്കുക. അതും അങ്ങനെ 1 2 ഇതിങ്ങനെ കഴിവിട്ടിട്ട് 3 4 5 അങ്ങനെ ചെയ്യുക. അതിനുശേഷം നമ്മൾ പിന്നെ ഇവിടെ കിടന്നിട്ടാണ് ചെയ്യണ്ടേ. ഇങ്ങനെ നീണ്ട് കിടക്കുക. എന്നിട്ട് ഇതേപോലെ കാല് പൊന്തിക്കുക. 1 2 കാലും പൊന്തിക്കുക, ഓരോന്നോരോന്ന്. 2 3 4 5 അങ്ങനെ. പിന്നെ 5 പ്രാവശ്യം ചെയ്യുക. ആദ്യമെല്ലാം അങ്ങനെ ചെയ്താൽ മതി. കൂടുതൽ ചെയ്താൽ പിന്നെ നമുക്ക് കാലിന് വേദന ഉണ്ടാവും. പിന്നെ ഇങ്ങനെ മടക്കും. 1 2 3 4 5. ഇതിപ്പം പിന്നെ ചില ആൾക്ക് ഇങ്ങനെ കാലിന് ശക്തി ഇല്ലാത്ത പോലെ പിന്നെ മൂത്രമൊഴിച്ച് പോകുന്ന പോലത്തെ ആൾക്ക് ഈ എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണ്. ചില ആൾക്ക് ചിരിക്കുമ്പോൾ വരക്കുമ്പോഴോ ഇങ്ങനെ അറിയാതെ ചെറുങ്ങനെ മൂത്രമെല്ലാം ഒഴിച്ചു പോകും. അങ്ങനത്തെ ഈ എക്സസൈസ് എപ്പോഴും ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ അങ്ങനെ ഈ ഒരു കാലിങ്ങനെ മടക്കി പിടിക്കുക, ഇങ്ങനെ ആക്കുക. പിന്നെ മറ്റേ കാലം ഇങ്ങനെ 5 പ്രാവശ്യം. 1 2 3 4 5 അങ്ങനെ 5 പ്രാവശ്യം അത് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പിന്നെ 2 കാലും ഒന്നിച്ചിട്ട് 1 2 3 4 5 അങ്ങനെ ചെയ്യാം. കുറച്ചൊന്ന് വിശ്രമിക്കുക. അതിനുശേഷം ഒന്നിങ്ങനെ കുറച്ചേരം വിശ്രമിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കാലിങ്ങനെ ഒന്നിച്ച് ഇങ്ങനെ മടക്കി പിടിക്കുക. എന്നിട്ട് മറ്റേ കാലിങ്ങനെ നീട്ടിപ്പിടിക്കുക.
ഇത് നമ്മളൊരു വട്ടം വരിക. 1 2 3 4 5. പിന്നെ മറ്റേ കാലം വെക്കുക, പിന്നെ മറ്റേ കാലിൽ കൊടുക്കുക. അതിനുശേഷം ഇതും അങ്ങനെ 1 2 3 4 5. അതിനുശേഷം കുറച്ചൊന്ന് വിശ്രമിക്കുക. അത് കഴിഞ്ഞ് പിന്നെ 2 കാലും ഇങ്ങനെ ഒളിച്ചു പിടിക്കുക. എന്നിട്ടൊരു വട്ടം വരും. 1 2 3 4 5. അത് കഴിഞ്ഞിട്ട് ഒന്ന് കാലിന് ഇങ്ങനെ അലക്കുക. പിന്നെ ഇങ്ങനെ കാലിന് വേദനയുണ്ടെങ്കിൽ ഒന്ന് കുറച്ച് ഇങ്ങനെ പിടിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ കാലോട് നിങ്ങളെടുത്ത് വട്ടത്തിൽ മെലക്ക് ഇങ്ങനെ സൈക്കിൾ ഇടുമ്പോൾ 1 2 3 4 5. അങ്ങനെ വട്ടത്തിൽ കഴിഞ്ഞിട്ടോ. പിന്നെ നേരെ തിരിച്ചിട്ട് ഇങ്ങോട്ട് 1 2 3 4 5. ഇങ്ങനെ ഇത് കുറച്ച് നേരം ഒന്ന് വിശ്രമിക്കുക. അതിനുശേഷം കാല് മടക്കി വെച്ചിട്ട് 1 2 3 4 5 അങ്ങനെ ചെയ്യാം. പിന്നെ ഒന്ന് നേരെ കണ്ടിട്ട് ഇങ്ങനെ കാലെടുത്ത് 1 2 3 4 5. ഇത് ഒരു കാലിനും ആകുമ്പോൾ 10 പ്രാവശ്യമാണ്. ഇങ്ങനെ പിന്നെ വെച്ചാൽ ഇങ്ങനെ കൈ മേലോട്ട് വെച്ചിട്ട് 1 2 3 4 5. അതിവിടെ ഇങ്ങനെ കുടലിൻ്റെ ഇത് പോണ്ടിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അത് നല്ലൊരു എക്സസൈസാണ്. പിന്നെ നമ്മൾ കാല് 2 മേലോട്ട് ഒന്നിക്കുക. ഒന്നിച്ചിട്ട് മെല്ലെ 1 നിലത്ത് മുട്ടത് 2 3 4 5 6 7 8 9 10. ഇത് വയറിന് പോകാൻ നല്ലതാണ്. നിലത്ത് മുട്ടാണ്ട് ഇങ്ങനെ പൊതിക്കുകയും ഉണ്ടാക്കുകയും ചെയ്യണം. പിന്നെ കുറച്ച് നേരം വിശ്രമിക്കുക. പിന്നെ ചെരിഞ്ഞ് കിടക്കുക. ഇനി കൈ ഇങ്ങനെ സപ്പോർട്ടാക്കിയിട്ട് മെല്ലെ ഇങ്ങനെ കാല് പൊന്തിക്കുക. കൈ നിർത്തുമ്പോൾ പൊന്തിക്കുക. ഇങ്ങനെ കഴിയാത്തവരിങ്ങനെ പിടിക്കുക. എന്നിട്ട് നേരെ ഇറക്കുക. ഇങ്ങനെ കുറച്ച് നേരം പൊന്തിക്കുക.